പ്രിയ സഹോദരങ്ങളെ, ഈ ആഴ്ച മുതൽ തുടർന്നുള്ള ചില ആഴ്ചകളിൽ ഞാൻ അയക്കുന്ന മെസ്സേജുകൾ മിനിസ്ട്രിയിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു സെമിനാറിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് അതിൽ പ്രധാനമായും ദൈവവേലക്കാരെ ഊന്നിക്കൊണ്ടാണ് അതിലെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്നാൽ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയോജനകരമായതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കുമായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് കർത്താവിലുള്ള സന്തോഷം ആയിരിക്കണം മിനിസ്ട്രിയിൽ നമ്മളെ മുന്നോട്ട് നടത്തേണ്ടത്. എന്നാൽ കർത്താവിലുള്ള സന്തോഷം നമുക്കില്ലെങ്കിൽ ആ സ്ഥാനത്ത് മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റ് ഫോൾസ് ബൂസ്റ്റേഴ്സ് കടന്നു വരും. അത് എന്താണ് എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുടർച്ചയായിട്ട് മുന്നോട്ട് ചിന്തിക്കുന്നു. ഇന്ന് ഷോ ഓഫ് മിനിസ്ട്രി നമുക്കറിയാം. പ്രത്യേകിച്ചും ഇന്ന് മറ്റേതൊരു കാലഘട്ടത്തേക്കാൾ അധികം നമുക്ക് വാർത്താ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് കഴിയുന്നത്ര നമ്മുടെ ശുശ്രൂഷകളെ പ്രദർശിപ്പിക്കാനും മറ്റുള്ളവരോട് പറയാനും അതിൽ നിന്ന് ഒരു ശക്തി, ഒരു പ്രേരണ ഉണ്ടായിട്ട് പ്രവർത്തിക്കാനുമുള്ള പൊതുവായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. കർത്താവിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നീതിപ്രവർത്തികളെ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കേണ്ടതിന് ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കണം. കാരണം അതിനുള്ള ഒരു കടുത്ത പ്രേരണ നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട്. ഒരു ചെറിയ കുഞ്ഞ് ഒരു കൊച്ചു കാര്യം ചെയ്തു കഴിയുമ്പോൾ മറ്റുള്ളവരെ നോക്കുകയാണ്, കയ്യെപ്പോഴാണ് അടിക്കുന്നത്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ അങ്ങനെ ട്രെയിൻഡായി. ഒരു സെമിനാറിൽ ഒരു സഹോദരനോട് ചോദിച്ചു, നമുക്കൊരു മോട്ടിവേഷൻ വേണ്ടേ? കയ്യടിയാണ് മോട്ടിവേഷൻ എങ്കിൽ അത് ജഡത്തിൻ്റെ ഒരു പ്രേരകമാണ്, ജഡത്തിൻ്റെ ഒരു പ്രോത്സാഹനമാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ കയ്യടി കിട്ടിയിട്ട് മുന്നോട്ട് പോകാനല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ അതിനായി പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മൾ ആഭിചാരകനായ ഒരു ശീമോനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവവും രക്ഷിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ആ സ്വഭാവത്തിൽ തുടരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. എന്നാൽ ശീമോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. താന് വിശ്വസിക്കുന്നതിന് മുൻപ് ചെയ്തിരുന്ന മാജിക്ക് എന്തിനു വേണ്ടി ചെയ്തത്? താൻ മഹാനാണെന്ന് പറഞ്ഞുകൊണ്ട്, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ്, നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കേണ്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാജിക്ക് കാണിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം വിശ്വസിച്ചതിന് ശേഷം 8-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടപ്പോൾ അവർക്ക് പണം വാഗ്ദാനം ചെയ്തു. ഞാൻ ഒരുവൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിൻ്റെ ദാനം പണം കൊണ്ട് വാങ്ങാം എന്ന് നിരൂപിച്ചതുകൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പരമാർത്ഥത ഉള്ളതല്ലാത്തതിനാൽ ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. അവിടെ ഈ ശീമോൻ തൻ്റെ പഴയ സ്വഭാവത്തിൽ തുടരുകയാണ്. മുൻപ് താൻ തൻ്റെ മാജിക് അല്ലെങ്കിൽ തൻ്റേതായ ദുഷ്ടാത്മാവിനെ കൊണ്ട് ചെയ്തിരുന്ന പ്രവൃത്തികൾ വിശ്വസിച്ചതിന് ശേഷവും തുടരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനു പകരം അന്ന് ഉപയോഗിച്ച ദുഷ്ടാത്മാവാണെങ്കിൽ ഇന്ന് അത് പരിശുദ്ധാത്മാവിൽ ചെയ്യാൻ, പരിശുദ്ധാത്മാവിനെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ശരിയായൊരു മാനസാന്തരം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല. അപ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു കടുത്ത പ്രേരണ നമ്മളോട് ഒട്ടിച്ചേർന്നിരിപ്പുണ്ട്. കാരണം ചെറിയ പ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പരിശീലിക്കപ്പെട്ടത് അങ്ങനെയാണ്. മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടാൻ, മറ്റുള്ളവരാൽ മാനിക്കപ്പെടാൻ,
കയ്യടി ആണ് നമ്മെ മുന്നോട്ട് നടത്തിയതെങ്കിൽ വലുതായി കഴിഞ്ഞപ്പോൾ ആ കയ്യടിയുടെ രീതി മാറിയെന്നേ ഉള്ളൂ. അത് തന്നെയാണ് ഇപ്പോൾ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവിലുള്ള സന്തോഷം അല്ലെങ്കിൽ അടുത്തൊരു അപകടം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മറ്റുള്ളവരാൽ കാണപ്പെടുമ്പോഴുള്ള സന്തോഷം, അല്ലെ കാണപ്പെടുമെന്നുള്ള ചിന്തയിലുള്ള സന്തോഷം ദൈവത്തിൻ്റെ വേല ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഈ സ്ഥാനങ്ങളുടെ പുറകെയുള്ള ഓട്ടം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ ചിന്ത. എവിടെ നിന്നാണ് ഈ ചിന്ത ഉണ്ടാകുന്നതെന്ന് അറിയാമോ? നമ്മൾ ആരാണെന്നുള്ള ബോധ്യം ഇല്ലായ്മയിൽ നിന്നാണ് അങ്ങനെയുള്ള ചിന്തയും ആഗ്രഹവും ഉണ്ടാകുന്നത്. നാം ആരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നാം ഈ സ്ഥാനങ്ങളുടെയും മാനങ്ങളുടെയും പുറകെ ഓടുകയില്ല. നമ്മൾ ആരാണ്? 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. അവിടെ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സ്നേഹത്തെക്കുറിച്ച് പറയാനായി യോഹന്നാൻ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം, നമുക്ക് എത്ര വലിയ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. എന്താണ് എത്ര വലിയ സ്ഥാനം? ദൈവമക്കൾ എന്നുള്ള സ്ഥാനം. മറ്റ് പലതും കേൾക്കുമ്പോൾ, ഇപ്പം എനിക്ക് IAS കിട്ടിയെന്നോ, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് റാങ്കിൽ പാസ്സായെന്നോ, അല്ലെങ്കിൽ എനിക്ക് അമേരിക്കയിൽ പോകാനുള്ള വിസ ലഭിച്ചുവെന്നോ ഒക്കെ കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ വൈകാരികത ദൈവമക്കളാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇല്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു, നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ പദവിയാണ് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവി. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമെന്നല്ല, അതിൻ്റെ കൂടെ ഒരു അഡ്ജക്റ്റീവ് കൂടി ചേർത്തിരിക്കുകയാണ്, ഒരു വിശേഷണ പദം കൂടി ചേർത്തിരിക്കുകയാണ്. എത്ര വലിയ സ്നേഹം! നാം മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായ പരീക്ഷ, പിശാച് ആവശ്യപ്പെടുന്നത്, നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ ഇത് ചെയ്യുക. അതായത് നീ ഇത് ചെയ്തിട്ട് തെളിയിക്ക് നീ ദൈവത്തിൻ്റെ പുത്രനെന്ന്. ഈ കല്ല് അപ്പമാക്കി തീർത്തിട്ട് നീ തെളിയിക്ക് നീ ദൈവത്തിൻ്റെ പുത്രനെന്ന്. അല്ലെങ്കിൽ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ചാട്, അങ്ങനെ നീ തെളിയിക്ക്. യേശു തെളിയിക്കാൻ പോയില്ല, കാരണം യേശുവിന് നല്ല ബോധ്യമുണ്ട് താൻ ദൈവത്തിൻ്റെ പുത്രനെന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് താൻ കേട്ടു സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വായിക്കാം, ലൂക്കോസിന്റെ സുവിശേഷം 3:22. സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു ഏകദേശം 33.5 വർഷമാണ് ഈ ഭൂമിയിൽ അക്ഷരികമായിട്ടുണ്ടായിരുന്നത്. അതിൽ 3.5 വർഷമാണ് പരസ്യമായി ശുശ്രൂഷ ചെയ്തത്. ബാക്കി 30 വർഷം കൂടുതൽ സമയവും രഹസ്യമായിട്ടാണ് യേശു ജീവിച്ചത്. രഹസ്യമായിട്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് യേശുവിൻ്റെ ആ ജീവിതത്തെക്കുറിച്ചുള്ള അധികം ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ യേശു പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ 30 വർഷം ജീവിച്ചപ്പോൾ പരസ്യമായി ഒരു മിനിസ്ട്രിയും ചെയ്യുന്നതിന് മുൻപാണ് തനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അല്ലാതെ ഈ 3.5 വർഷത്തെ മിനിസ്ട്രി കൂടി ചെയ്തിട്ടല്ല, മിനിസ്ട്രി കഴിഞ്ഞതിന് ശേഷമല്ല ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഈ 30 വർഷം യേശു പിതാവിന് വിധേയപ്പെട്ട് പിതാവിനെ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പിതാവിൽ നിന്ന് തനിക്ക് അംഗീകാരം ലഭിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ പിതാവിൽ നിന്ന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയാണ് എനിക്ക് തെളിയിക്കേണ്ടത്? കഴിഞ്ഞ ദിവസം ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയ സമയത്ത്
എനിക്ക് കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ RT-PCR ടെസ്റ്റ് ഒന്നും എടുത്തില്ല, പക്ഷെ എനിക്ക് കുറച്ച് ധൈര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ 2 വാക്സിനേഷനും എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ്, അത് പ്രത്യേകിച്ചും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യം? ഇന്ത്യയിലെ ഏറ്റവും ഉന്നതാധികാരത്തിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്ത്? ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ഇനി എനിക്കത് തെളിയിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും മിനിസ്റ്റർ ചെയ്താണ് തെളിയിക്കുന്നത്. മിനിസ്റ്റർ തെളിയിച്ചാണ് ഞാൻ ഭക്തനാണോ എന്ന് തെളിയിക്കുന്നത്. മിനിസ്റ്റർ ചെയ്താണ് ഞാൻ വിശ്വസ്തനാണോ എന്ന് തെളിയിക്കുന്നത്. നമ്മൾ പലപ്പോഴും മിനിസ്ട്രിയിലുള്ള വിശ്വസ്തത അളക്കുന്നത് എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആർക്കാണോ കൂടുതൽ എണ്ണമുള്ളത് അവൻ മിടുക്കൻ. ആരുടെ സഭയിലാണോ കൂടുതൽ വിശ്വാസിയുള്ളത് ആ പാസ്റ്റർ മിടുക്കൻ. ആരാണോ കൂടുതൽ യാത്ര ചെയ്യുന്നത് അയാൾ കൂടുതൽ മിടുക്കൻ. എത്ര സ്ഥലത്താണ് എനിക്ക് ടീച്ചിങ്ങിന് വേണ്ടി പോകേണ്ടത് അല്ലെങ്കിൽ പ്രസംഗിക്കേണ്ട പോകേണ്ടത് അത്രയും ഞാൻ മിടുക്കൻ. എന്നാൽ വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലേക്കൊന്ന്. അവിടെ യേശു ഒരു ഉപമ പറയുകയാണ്. 14-ാമത്തെ വാക്യം മുതൽ. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് ഒരുവന് 5 താലന്ത്, ഒരുവന് 2 താലന്ത്, ഒരുവന് 1 താലന്ത്, ഇങ്ങനെ അവരവരുടെ പ്രാപ്തി പോലെ കൊടുത്തു. കുറച്ചു കാലം കഴിഞ്ഞ് ഈ യജമാനൻ മടങ്ങി വരുമ്പോൾ അവരവരുടെ താലന്തുകൾ യജമാനെ കാണിക്കുകയാണ്. 5 ലഭിച്ചവൻ 5 കൂടെ നേടി, 2 ലഭിച്ചവൻ 2 കൂടെ നേടി. എന്നാൽ 1 ലഭിച്ചവനാകട്ടെ ഒന്നും ചെയ്യാതെ അത് ഒരു കുഴി കുഴിച്ച് ആ പണം അവിടെ മറച്ചു വെച്ചു. ഈ യജമാനൻ മടങ്ങി വന്നപ്പോൾ 5 നേടിയവനോടും 2 നേടിയവനോടും യജമാനൻ പറയുന്ന ആ വാക്കുകൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം 5ഉം 2ഉം ഒന്നല്ല. 5 വലുതും 2 അതിനേക്കാൾ കുറഞ്ഞതുമാണ്. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 5കാരന് നമ്മൾ ഫ്രണ്ടിലെ സീറ്റ് കൊടുക്കും, 2കാരന് നമ്മൾ പുറകിലെ സീറ്റ് കൊടുക്കും. 5കാരനെ കുറിച്ച് നമ്മൾ പറയും, കണ്ടോ അവൻ എത്ര വിശ്വസ്തനാണ്, അവൻ്റെ സഭയിൽ 5 വിശ്വാസികളുണ്ട്. 2കാരനെ കുറിച്ച് പറയും, നോക്കിയേ ആ 5കാരനെ കണ്ടുപഠിക്കേ, ഇവൻ ഇപ്പോഴും 2 പേരേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വിലയിരുത്തൽ. എന്നാൽ കർത്താവ് അവിടെ എങ്ങനെയാണ് കാണുന്നത്? 21-ാമത്തെ വാക്യം എന്ന് പറയുന്നത് 5 നേടിയവനോട് യജമാനൻ പറയുന്ന വാക്കുകളാണ്. 23-ാമത്തെ വാക്യം എന്ന് പറയുന്നത് 2 നേടിയവനോട് യജമാനൻ പറയുന്ന വാക്കുകളാണ്. നമുക്കറിയാം 5ഉം 2ഉം ഒന്നല്ല. നമ്മളാണെങ്കിൽ അങ്ങനെ പറയത്തില്ല. പക്ഷേ യജമാനൻ ഇവിടെ പറയുന്ന വാക്ക് ഞാൻ വായിക്കാം. ആദ്യം 5 ലഭിച്ചവനോട് പറയുന്നത്, അതിന് യജമാനൻ, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഇനി 2 ലഭിച്ചവനോട് യജമാനൻ പറഞ്ഞ വാക്ക് നമുക്ക് വായിക്കാം. 23-ാമത്തെ വാക്യം. അതിന് യജമാനൻ, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഈ 2 വാക്കുകൾ തമ്മിൽ ഒരു കുത്തിനും കോമയ്ക്ക് പോലും വ്യത്യാസമില്ല. 5 നേടിയവനോടും 2 നേടിയവനോടും ഒരേ വാക്ക് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ആരുടെയും അറിവിൽ 1-ാം സമ്മാനവും 2 സമ്മാനവും ഒരുപോലെ അല്ല. 1-ാം സമ്മാനം എപ്പോഴും 2-ാം സമ്മാനത്തേക്കാൾ കൂടുതലായിരിക്കും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ കണക്ക് കൂട്ടലിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കണക്കിൽ 5ഉം 2ഉം ഒന്ന് തന്നെയാണ്. കാരണം അവിടെ ദൈവം അളക്കുന്നത് എണ്ണം കൊണ്ടല്ല, വിശ്വസ്തത കൊണ്ടാണ്. പറ്റുമെങ്കിൽ നിങ്ങളുടെ ആ നോട്ട്ബുക്കിൽ അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിടണം. നിങ്ങൾ കാണത്തക്ക വിധത്തിൽ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഇത് ദൈവം കണക്കിടുന്നത് എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ദൈവം കണക്കിടുന്നത് വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലാണ്. വിശ്വസ്തത എണ്ണം കൊണ്ട്, മാർക്ക് കൊണ്ട് അളക്കുവാൻ കഴിയുന്നതല്ല. ഒരു വീട്ടിൽ 2 മക്കളുണ്ട്. 1-ാമത്തെ മകന് വലിയ ബുദ്ധിശക്തിയാണ്, ഓർമ്മശക്തിയാണ്.
രണ്ടാമത്തവന് അത്രയില്ല. ഒന്നാമത്തെ മകൻ ഒരു ദിവസം 1 മണിക്കൂറേ പഠിക്കത്തുള്ളൂ. എന്നാൽ രണ്ടാമത്തെ മകൻ ഒരു ദിവസം 3 മണിക്കൂർ നന്നായി പഠിക്കും. പക്ഷെ മാർക്ക് വരുമ്പോൾ എപ്പോഴും ഒന്നാമത്തെ മകനാണ് കൂടുതൽ മാർക്ക്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഒന്നാമത്തെ മകനാണ് മിടുക്കൻ. എന്നാൽ വിശ്വസ്തയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ മാർക്ക് കുറഞ്ഞ രണ്ടാമത്തെ മകനാണ് വിശ്വസ്തൻ. ദൈവം നമ്മെ അളക്കുന്നത് എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. പലപ്പോഴും നമ്മുടെ ഭയവും പലപ്പോഴും നമ്മുടെ തെറ്റായ ഓട്ടവും നാം കാണുന്നത് പോലെയാണ്, നാം അളക്കുന്നത് പോലെയാണ് ദൈവം കാണുന്നതും അളക്കുന്നതും എന്ന് തെറ്റായി ചിന്തിക്കുന്നത് കൊണ്ടാണ്. ദൈവം അങ്ങനെയല്ല അളക്കുന്നത്. ദൈവം അളക്കുന്നത് വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലാണ്. എന്നെ ഏൽപ്പിച്ചതിനോടുള്ള വിശ്വസ്തത. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. കാണിക്കാൻ വേണ്ടിയല്ല മിനിസ്ട്രി. ഞാൻ കൂടുതൽ ചെയ്തിട്ട് ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയല്ല മിനിസ്ട്രി. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന്, ദൈവത്തോടുള്ള വിശ്വസ്തയിൽ നിന്ന് മിനിസ്ട്രി ഞാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തി, യേശുവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു താൻ ആരാണെന്ന്, പിതാവിന് തന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന്. കാരണം സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്നതിന് മുൻപ് യേശു ഉയരത്തിൽ നിന്ന് ശബ്ദം കേട്ടു, പിതാവിൽ നിന്ന് ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്താണ് നമ്മുടെ ഉറപ്പ്? റോമാലേഖനം 8-ാം അധ്യായം 16-ാമത്തെ വാക്യം. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. എൻ്റെ ഒരു വിലയിരുത്തലിൽ ഏറ്റവും കൂടുതൽ തെറ്റായി മനസ്സിലാക്കുകയും തെറ്റായി പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണ് പരിശുദ്ധാത്മാവ്. എവിടെ പരിശുദ്ധാത്മാവ് എന്ന് കണ്ടാൽ ഉടനെ പലരും അതിനെ കണക്ട് ചെയ്യുന്നത് കൃപാവരങ്ങൾ, അന്യഭാഷ തുടങ്ങി പല കാര്യങ്ങളുമാണ്. എനിക്കറിയാവുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആ ആൻറ്റി എപ്പോഴും എന്നോട് ദുഃഖത്തോട് പറയും, ബിജു ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ആൻറ്റി അങ്ങനെ? ആൻറ്റി പറഞ്ഞു, വേദപുസ്തകത്തിൽ വാക്യമുണ്ടല്ലോ, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. അപ്പോൾ എന്താ വിഷയം? ആൻറ്റി ഈ അന്യഭാഷ പറയുന്നില്ല. ഞാൻ പറഞ്ഞു, ആൻറ്റി അന്യഭാഷ പറയാത്തതിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. പക്ഷെ ആൻറ്റി സമ്മതിക്കാൻ തയ്യാറല്ല. പിന്നെ ഒടുവിൽ ഞാൻ ചിന്തിച്ചു, ആൻറ്റിക്ക് ഒരേ നിർബന്ധമാണ് നരകത്തിൽ പോകണമെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനെന്നും ചിന്തിച്ചിട്ട് ഞാനത് വിട്ടുകളഞ്ഞു. നമ്മുടെ ഒരു പ്രശ്നം അതാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് എപ്പോഴും ഒരു സാക്ഷ്യം പറയുന്നു. എന്താണ് സാക്ഷ്യം? നാം ദൈവത്തിൻ്റെ മക്കളെന്ന്. അത് കേൾക്കാൻ എനിക്ക് സമയമില്ല, അത് കേൾക്കാനുള്ള നിശബ്ദത എനിക്കില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് ശരിയായ കാരണത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ പറ്റുന്നില്ല. ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള അംഗീകാരം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സാക്ഷ്യം എപ്പോഴും എന്നോട് പറയുന്നു. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നും ആ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള സാക്ഷ്യം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ ബോധ്യത്തിൽ നിന്ന് എനിക്ക് മിനിസ്റ്റർ ചെയ്യാം. സാധാരണ പാസ്റ്റർമാരുടെ ഇടയിലൊക്കെ ഒരു പറച്ചിലാണ് മാനിക്കുക, ഓണർ ചെയ്യുക, മാനിക്കുക. ആ ദൈവദാസനെ നമ്മൾ മാനിക്കണ്ടേ. അപ്പോൾ ദൈവദാസന്മാർക്ക് ഒരേ പ്രശ്നം, ഞാൻ ആ വീട്ടിൽ പോയിട്ട് എന്നെ മാനിച്ചില്ല, മാനിക്കേണ്ടതുപോലെ മാനിച്ചില്ല. എന്താണ് മാന്യത? ഞാൻ ഒരു ചർച്ചയിൽ പോകുമ്പോൾ അന്ന് എനിക്ക് പ്രധാനപ്പെട്ട പ്രസംഗത്തിനുള്ള സമയം എനിക്ക് തരുന്നു, അല്ലെങ്കിൽ എന്നെ ഫ്രണ്ടിലിരുത്തുന്നു. ഇതൊക്കെയാണ് പലപ്പോഴും മാന്യത. നമുക്ക് വായിക്കാം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്നും വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. എപ്പോഴാണ് യേശുവിന് മാനവും തേജസ്സും ലഭിച്ചത്? താൻ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തിട്ട്, ഒരടയാളം താൻ ചെയ്തിട്ട് ആളുകളൊക്കെ അത്ഭുതപ്പെട്ടപ്പോഴാണോ?
ഇവിടെ വായിച്ചത് ഉയരത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അപ്പോൾ അവന് മാനവും തേജസ്സും ലഭിച്ചു. എന്താ ഉയരത്തിൽ നിന്ന് കേട്ട ശബ്ദം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതാണ് യേശുവിന് മാന്യത കൊണ്ടുവന്നത്. പ്രിയ ദൈവമക്കളെ, അതേ ശബ്ദമല്ലേ നിങ്ങളും ഞാനും കേൾക്കുന്നത്? ഞാൻ കർത്താവ് പറഞ്ഞിട്ട് വടക്കേ ഇന്ത്യയിലുള്ള ഒരു ഗ്രാമത്തിൽ, കർണാടകയിലുള്ള ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു പട്ടണത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കഷ്ടതകൾ, എതിർപ്പുകൾ, നിന്ദകൾ, അവിടെയൊക്കെ എപ്പോഴും പരിഹാസമാണെങ്കിലും അതിന് മധ്യത്തിലും എനിക്ക് മാന്യത എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ആ ഉയരത്തിൽ നിന്നുള്ള ശബ്ദം നാം കേൾക്കാൻ തയ്യാറാണെങ്കിൽ എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് ഞാൻ കേൾക്കുന്നില്ല എങ്കിൽ ആ സ്ഥാനത്ത് മറ്റുള്ളവരാരെങ്കിലും പറയുന്ന ആ വാക്കുകൾ, ഓ ബിജു വളരെ മിടുക്കനാണ്, ബിജു നന്നായിട്ട് ബൈബിൾ സ്റ്റഡി എടുക്കും, അല്ലെ ബിജു നന്നായിട്ട് എഴുതും, അങ്ങനെ ബിജുവിനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ആ വാക്കുകൾ കേൾക്കാനുള്ള കൊതിയും ആ വാക്കുകളിൽ നിന്ന് എനിക്ക് ഒരു പ്രചോദനവും ഉണ്ടാകും. യേശുവിൻ്റെ പ്രസംഗവും യേശുവിൻ്റെ പ്രവൃത്തിയും ശുശ്രൂഷയും മാന്യത ലഭിക്കാനല്ല, മാന്യത ലഭിച്ചതിൽ നിന്നാണ്. യേശുവിനെ ശുശ്രൂഷ ചെയ്തല്ല മാന്യത ലഭിച്ചത്. ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ്, പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാന്യത ലഭിച്ചു. നമ്മുടെ ശുശ്രൂഷയും മാന്യത ലഭിക്കാൻ വേണ്ടിയല്ല, മാന്യത ലഭിച്ചതിൽ നിന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്ന്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടു പോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. നമുക്കിത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം, അവൾ പറഞ്ഞ വാക്കുകളൊന്നും ദോഷമല്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവള് പൗലോസിനെയും മറ്റുള്ളവരെയും സഹായിക്കുന്ന വാക്കുകളാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാകുന്നു, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ തന്നെ. എന്നാൽ തങ്ങളെ പുകഴ്ത്തിയും തങ്ങളെ ഉയർത്തിയും പറയുന്ന വാക്കുകളെ കുറിച്ച് പറയുന്നത് പൗലോസിന് അത് കേട്ട് സന്തോഷമുണ്ടായിരുന്നല്ല, അവൻ മുഷിഞ്ഞു എന്നാണ്. തന്നെ പുകഴ്ത്തി പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ പൗലോസ് മുഷിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് അത് പിശാച് പറഞ്ഞാലും കുഴപ്പമില്ല, ഭൂതം പറഞ്ഞാലും കുഴപ്പമില്ല, പറയുന്ന വാക്ക് നമ്മളെക്കുറിച്ച് ഉയർത്തിയാണെങ്കിൽ സന്തോഷമായി. പക്ഷെ പൗലോസ് മുഷിഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ച് എനിക്ക് സന്തോഷം തോന്നി. അതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് എനിക്കറിയില്ല. മദ്രാസ് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞത്രേ, ഇനി നിയമസഭയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ പറഞ്ഞാൽ മതി. അതിനു മുൻപ് സ്റ്റാലിനെയും കരുണാനിധിയും ഒക്കെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞിട്ട് പിന്നീട് പറയുന്ന പരിപാടി നിർത്തണമെന്ന് പറഞ്ഞു. അത് നല്ല മനസ്സോടാണ് ഏത് മനസ്സോടാണ് എനിക്കറിയില്ല, പക്ഷെ അതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 26-ാമത്തെ വാക്യം. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. സകലരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് കഷ്ടം. കഷ്ടം തന്നെ കഷ്ടമാണ്. അതിൻ്റെ മുൻപിൽ എന്ന ഒരു വാക്കുകൂടെ ചേർക്കുമ്പോൾ ആ കഷ്ടത്തിൻ്റെ തീവ്രത നിങ്ങളൊന്ന് ചിന്തിക്കുക. ചില സമയത്തെങ്കിലും ഞാൻ ചില സ്ഥലത്ത് മെസ്സേജ് കഴിയുമ്പോൾ, ബൈബിൾ സ്റ്റഡി കഴിയുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ഉഗ്രം മെസ്സേജ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ള് പെടയ്ക്കും. കർത്താവേ, കള്ളപ്രവാചകന്മാരോടും അവരത് തന്നെ ചെയ്തല്ലോ. അതേ സമയത്ത് മെസ്സേജ് ചെയ്യുമ്പോൾ ആളെന്ന് പറയാണ്, എൻ്റെ ഹൃദയം തകർക്കപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ മാനസാന്തരപ്പെടും എന്നൊക്കെ പറയുകയാണെങ്കിൽ സന്തോഷം. ഉഗ്രം മെസ്സേജ്, രസിക്കാൻ പറ്റിയ മെസ്സേജ്. കള്ളപ്രവാചകന്മാർ അവരെ രസിപ്പിച്ചു.
അതുകൊണ്ട് അവർ കള്ളപ്രവാചകന്മാരെ പുകഴ്ത്തി പറഞ്ഞു. ശരിയായ പ്രവാചകന്മാർ അവരെ രസിപ്പിക്കുകയല്ല, അവരുടെ ജീവിതത്തിൽ ആവശ്യമായ സന്ദേശങ്ങൾ കൊടുത്തു. അതവരെ ചിലപ്പോൾ മുറിപ്പെടുത്തി. അതുകൊണ്ട് അവര് പ്രശംസിക്കപ്പെട്ടില്ല. ആത്മീയ പക്വതയുടെ ഒരു തലമാണ് പുകഴ്ത്തി പറയുമ്പോൾ പൊങ്ങിപ്പോകാതിരിക്കുക, താഴ്ത്തി പറയുമ്പോൾ താണുപോകാതിരിക്കുക. എന്തുകൊണ്ടാണ് താഴ്ത്തി പറയുമ്പോൾ താണുപോകുന്നതെന്ന് അറിയാമോ? പുകഴ്ത്തി പറഞ്ഞപ്പോൾ പൊങ്ങിപ്പോയി. എന്നെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തന്നതൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതുകൊണ്ട് വേറൊരാൾ എന്നെ താഴ്ത്തി പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോകുന്നു. എന്നെ പുകഴ്ത്തി പറഞ്ഞത് ഞാൻ കർത്താവിന് കൈമാറിയെങ്കിൽ, കർത്താവെ, ഇവരൊക്കെ ഈ പറയുന്നത് അവരറിയാതെ കൊണ്ട് പറയുന്നതാണ്. എനിക്കറിയാം ഞാനാകുന്നത് കൃപയാലാണ്. ഇതെൻ്റെ കഴിവോ ശക്തിയോ ഒന്നുമല്ല, എൻ്റെ വിശുദ്ധിയൊന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രവർത്തിച്ചു, അതുകൊണ്ടാണിത് എന്ന് പറഞ്ഞ് ആ പുകഴ്ചയൊക്കെ കർത്താവിന് കൈമാറിയാൽ നിന്ന കിട്ടുമ്പോൾ അതുപോലെ കർത്താവിന് കൈമാറാം. എവിടെന്നാ കപടഭക്തി ഉണ്ടാകുന്നത്? കപടഭക്തി ഉണ്ടാകുന്നത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 36-37 വാക്യങ്ങൾ വായിക്കാം. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസേഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്തുകൊണ്ടാണ് ആ സംഭവം അവിടെ രേഖപ്പെടുത്തിയത്? കാരണം അന്ന് മറ്റു പലരും ചെയ്യാതിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു കാണും. തീർച്ചയായിട്ടും ബർന്നബാസ് തനിക്കുള്ളതൊക്കെ വിറ്റു. പലരെക്കുറിച്ച് വിറ്റ് പറയുന്നു, പക്ഷെ തനിക്കുള്ളതൊക്കെ വിറ്റിട്ട് ആ പൈസ മുഴുവൻ കൊണ്ടുവന്ന് കാൽക്കൽ വെച്ചു. അപ്പം ഇത് കണ്ടിട്ട് 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറയോടുകൂടി ഒരു നിലം വിറ്റ് ഭാര്യയുടെ അറിവോട് വിലയുടെ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. അവിടെ അനന്യാസും സഫീറയും ചെയ്ത തെറ്റ് അവര് വിറ്റതിൽ കുറച്ച് പണമെടുത്ത് മാറ്റി വെച്ചതല്ല. അവിടെ പത്രോസ് ചോദിക്കുന്നില്ലേ, വിൽക്കുന്നതിന് മുൻപ് നിന്റേതാണ്, വിറ്റതിന് ശേഷം നിന്റേതാണ്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് ലഭിക്കുന്ന പണത്തിൽ നിന്ന് എത്ര ഭാഗം ദൈവത്തിന് കൊടുക്കണ്ട എന്ന്. വേറൊരാൾ തനിക്ക് ലഭിക്കുന്നതിൽ പകുതി ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു, വേറൊരാൾ കൊടുക്കുന്നില്ല. ഈ സാധനം അത് അവനവൻ്റെ ചോയ്സാണ്. ഇവിടെ അതല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ബർന്നബാസിന് കിട്ടിയതുപോലെയുള്ള ഒരു ശ്രദ്ധ തങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായി. എന്നാൽ ബർന്നബാസ് ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള മനസ്സുമില്ല. അപ്പം ഇവർ കൊണ്ടുപോയി വിറ്റു. എന്നിട്ട് ആ പൈസയിൽ ഒരു ഭാഗം എടുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് ബാക്കി കൊണ്ടുവന്ന് ഇവർ കൊടുക്കുന്ന എങ്ങനെയാണ്? സകലതും എന്നതുപോലെയാണ്. ബർന്നബാസിനെ പോലെ തങ്ങൾ വിറ്റതെല്ലാം എന്ന ഭാവത്തിൽ. അതാണ് താഴെ ചോദിക്കുന്നത്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. അപ്പോൾ അങ്ങനെ വിറ്റതൊക്കെ കൊണ്ടുവന്നവരുടെ കാലിൽ വെച്ചു എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ബഹുമാനം കിട്ടും. ഒരു പക്ഷേ പത്രോസ് അടുത്ത മെസ്സേജിൽ പറയുമായിരിക്കും, എങ്ങനെ ആയാലും ഒരു അംഗീകാരവും പ്രശംസയും കിട്ടണം. ആ ചിന്തയിൽ നിന്നാണ് വ്യാജമുണ്ടാകുന്നത്. നമ്മൾ 10 മണിക്കായിരിക്കും മീറ്റിംഗ് തുടങ്ങുന്നത്. അരമണിക്കൂർ യാത്ര ചെയ്താലാണ് ചർച്ച് ഹാളിൽ എത്തുക. നമ്മൾ യാത്ര തുടങ്ങിയത് 9:45-നാണ്. എന്തുകൊണ്ട് 9:45 യാത്ര തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അതും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഹാളിൽ എത്തിയപ്പോൾ ലേറ്റായി. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ പാസ്റ്റർ വാതിക്കൽ നിൽക്കുന്നുണ്ട്. അതുവരെ നമ്മൾ സാമട്ടിലൊക്കെ നടന്നു വന്നു. ചർച്ച് ഹാളിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടും. അതായത് ഞാൻ എന്തോ അധ്വാനിച്ച് വരുന്ന പോലെ. എന്തിനാ അങ്ങനെ കാണിക്കുന്നത്? ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഉഴപ്പിയാണ് വന്നത്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഓടി എത്തുന്നതാണ് സമയത്തിനെന്ന് ആളുകൾ ധരിക്കണം. ഇങ്ങനെ ആളുകളെ ധരിപ്പിക്കാനും ആളുകളിൽ നിന്ന് കയ്യടി കിട്ടാനുമുള്ള ആഗ്രഹത്തിൽ നിന്നാണ് കപടഭക്തി ഉണ്ടാകുന്നത്. നമുക്ക് പല വിധത്തിൽ പ്രശംസ ഉണ്ടാകും. ആ പ്രശംസ ഉണ്ടാകാൻ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നാം ചെയ്യുന്ന ശുശ്രൂഷ എത്രയും വേഗത്തിൽ ആൾക്കാരെ അറിയിക്കും. അതും അറിയിക്കുന്ന രീതിക്കൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ വളരെ ഹൈലൈറ്റ് ചെയ്തു അതിൻ്റെ തീവ്രതയൊക്കെ കൂട്ടി നമ്മൾ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. ചിലരെ സംബന്ധിച്ച് ഇതൊന്നും
സാധ്യമാകുന്നില്ല. ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല, ആരും അവരെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഈ അടുത്ത് കേരളത്തിലൊരു തമാശ ഉണ്ടായി. ഇപ്പോൾ കേരളത്തിലൊരു പൊതുവെ രീതിയാണ് SLCക്ക് ഫുൾ A+ കിട്ടിയാൽ അല്ലെങ്കിൽ +2 ഫുൾ A+ കിട്ടിയാൽ എല്ലാ സ്ഥലത്തും ഫ്ലെക്സ് അടിച്ചു വെക്കും. അപ്പോൾ ഏതൊരു വ്യക്തി പണ്ടെങ്ങോ അദ്ദേഹം SLC എഴുതി, ഞാൻ ഫുള്ള് വായിച്ചില്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് എല്ലാത്തിനും ഒന്നും A+ ഒന്നും കിട്ടിയില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഫ്ലെക്സ് അടിച്ചു വെച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു അന്ന് ഫ്ലെക്സ് ഒന്നും അടിക്കാൻ പറ്റില്ല, ആ വിഷമം തീർത്തതാണ്. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന പോലെ അപ്രിസിയേഷൻ ഒക്കെ ലഭിക്കാനുള്ള അവസരം നമുക്കില്ലെങ്കിൽ പിന്നീട് ചെയ്യുന്ന പരിപാടിയാണ് സ്വന്തമായി നമ്മെ തന്നെ നമ്മൾ പുകഴ്ത്തും. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യം. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്താലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ഈ ഒരു വെളിച്ചം നമുക്കുണ്ടാകണം. നമുക്ക് നമ്മെക്കുറിച്ചൊരു അഭിപ്രായം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. കാരണം ആരും വേറെ അഭിപ്രായം പറയുന്നില്ല. ഈ സാധാരണ സെക്യുലറായ സെമിനാറുകളിലൊക്കെ ഇങ്ങനെ ഈ മുതുകത്ത് സ്വന്തമായി തട്ടാനൊക്കെ പഠിപ്പിക്കും. നമ്മളൊക്കെ ചിന്തിക്കുന്നേ അതൊക്കെ നമ്മളും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമെന്നാണ്. ഞാൻ എന്നെ തന്നെ തട്ടണം. സങ്കീർത്തനക്കാരൻ തന്നോട് തന്നെ പറയുന്നുണ്ട്, എൻ മനമേ സ്വസ്ഥമായിരിക്കുക, അവൻ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അതായത് ദൈവം ചെയ്ത പ്രവൃത്തിയെ റിമൈൻഡ് ചെയ്യണം, അല്ലാതെ സ്വന്തമായി തട്ടിയിട്ട് സ്വന്തമായി കാര്യങ്ങൾ പറയുകയല്ല, ദൈവം ചെയ്ത കാര്യത്തെ റിമൈൻഡ് ചെയ്യുകയാണ്. ഞാൻ എന്നെ തന്നെ വിധിച്ചാൽ അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. ഞാൻ എൻ്റെ ഭാവനാ ലോകം ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഭാവനാ ലോകത്തിൽ ഞാൻ എന്നെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ ഞാൻ കണ്ടെത്തി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പഴയൊരു പ്രയോഗമാണ് ചീട്ടുകൊട്ടാരം. അതായത് ചീട്ടിങ്ങനെ അടുക്കി വെച്ച് ഒരു കൊട്ടാരം പോലെ ഉണ്ടാകും. അതിൻ്റെ പ്രശ്നം ഒരു കാറ്റ് വന്നാൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. നമ്മുടെ പേഴ്സണാലിറ്റിയിലുള്ള വലിയൊരു പ്രശ്നമാണിത്. പെട്ടെന്ന് നമ്മൾ വീണു പോകുന്നു, നിരാശപ്പെട്ടു പോകുന്ന കാര്യം, നമ്മൾ ഭാവനയുടെ ലോകത്ത് പലതും ഉണ്ടാക്കിയെടുക്കുകയാണ്. അതെല്ലാം ഇമാജിനേഷൻസ് ആണ്. എന്നാൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ അവിടെ റിയൽ ആയിട്ടുള്ളതുണ്ട്. എന്ത്? ദൈവത്തിൻ്റെ സാക്ഷ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സാക്ഷ്യപ്പെടുത്തലുണ്ട്. പക്ഷെ അതിനേക്കാൾ നമുക്ക് താല്പര്യം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നതും നമ്മൾ സ്വയമായിട്ട് നമ്മെക്കുറിച്ച് പറഞ്ഞ് ഉണ്ടാക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വേലയിൽ നമുക്കറിയാം ഒരുപാട് എനർജി നമുക്ക് ആവശ്യമാണ് മുന്നോട്ട് പോകാൻ. ആ എനർജി നമ്മൾ കണ്ടതുപോലെ ഫോൾസ് ബൂസ്റ്റേഴ്സിൽ നിന്നുണ്ടാകേണ്ടതല്ല, കർത്താവിലുള്ള സന്തോഷത്തിൽ നിന്നുണ്ടാകേണ്ടതാണ്. ആ സന്തോഷത്തെ കെടുത്തുവാൻ കഴിയുന്നതൊന്നുമില്ല. എന്നാൽ ഫോൾസ് ബൂസ്റ്റേഴ്സിൽ നിന്നുണ്ടാകുന്ന സന്തോഷം പെട്ടെന്ന് കെട്ടുപോകാം. ഞാൻ കണ്ടിട്ടുണ്ട്, ചില സഭയിൽ ഒരു സഹോദരനെ ആ സഭയുടെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കും. ആ വർഷത്തെ ജനറൽ ബോഡിയിൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കും. അദ്ദേഹം വളരെ ഉത്സാഹിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അടുത്ത പ്രാവശ്യത്തെ ജനറൽ ബോഡിയിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തില്ല. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനവും നിന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഇന്നത്തെ വലിയൊരു അപകടം, പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ വേലയിൽ മിഷൻ സ്റ്റേഷൻസിലൊക്കെ ആയിരിക്കുമ്പോഴുള്ള അപകടം, മായയായ സന്തോഷമാണ് നമ്മെ പ്രചോദിപ്പിക്കുന്നത്. അത് മായ മാത്രമാണ്, മാഞ്ഞു പോകുന്നതാണ്, മാറിപ്പോകുന്നതാണ്. ഇന്ന് ഒരാളെന്നെ ഉയർത്തി പറഞ്ഞാൽ അയാൾ തന്നെ നാളെ എന്നെ താഴ്ത്തി പറയാം. എന്നെ മുന്നോട്ട് പ്രേരിപ്പിക്കേണ്ട, മുന്നോട്ട് പോകാനായി ശക്തിപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇതൊന്നുമല്ല, നമ്പേഴ്സ് അല്ല. ഞാൻ ചെയ്യുന്ന മിനിസ്ട്രിയുടെ ദൈർഘ്യമോ അതിൻ്റെ കാഠിന്യമോ അതിൻ്റെ മറ്റുള്ളവരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളോ ഒന്നുമല്ല. ഫെയ്ത്ത്ഫുൾനെസ്. എന്തിനോടുള്ള ഫെയ്ത്ത്ഫുൾനെസ്? ദൈവത്തിൻ്റെ വാക്കിനോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയോഗത്തോടുള്ള ഫെയ്ത്ത്ഫുൾനെസ്. എനിക്ക് കടപ്പാടുള്ള ദൈവത്തോടാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പറയുന്ന സാക്ഷ്യം ഞാൻ കേൾക്കാൻ തയ്യാറാകണം.